നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്കുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 4, 2026 ഞായർ. അങ്ങനെ നമ്മൾ ഈ വർഷത്തെ ആദ്യ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. Q3 ബിസിനസ് അപ്ഡേറ്റ്സ്, വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ്, അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം തുടങ്ങി ഒത്തിരിയേറെ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയും. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US മാർക്കറ്റിൽ S&P 500 നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. മാത്രമല്ല നിഫ്റ്റിയിൽ നിന്നും പോയിന്റുകളൊന്നും ചോർന്നു പോയിട്ടുമില്ല. 53 പോയിന്റുകളുടെ നേട്ടവും നിഫ്റ്റിക്കും കൈവരിക്കുവാൻ സാധിച്ചു. കൂടാതെ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 2.5% ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 2.5% ഇടിവും രേഖപ്പെടുത്തുകയുണ്ടായി. എന്നാൽ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നാളെ എനിക്കൊരു വിവാഹത്തിൽ പങ്കെടുക്കേണ്ടതായിട്ടുള്ളതിനാൽ തന്നെ ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് അമേരിക്ക വെനസ്വേലയുടെ മുകളിൽ ബോംബാക്രമണം നടത്തുകയുണ്ടായി. കൂടാതെ രാജ്യത്തിന്റെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും പിടിച്ചെടുത്തുകൊണ്ട് രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള റിപ്പോർട്ട്സുകളാണ് വരുന്നത്. ആയതിനാൽ തന്നെ ശനിയാഴ്ച വൈകുന്നേരവും ഇന്ന് ഞായറാഴ്ചയും നടക്കാൻ പോകുന്ന ഡെവലപ്മെന്റ്സുകൾ തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റിനെ എന്നതുപോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ ഒരുപക്ഷെ ബാധിച്ചേക്കാം. കാരണം 2 ആഴ്ചകൾക്ക് മുൻപേ അമേരിക്ക വെനസ്വേലിയൻ എണ്ണക്കപ്പലുകളെ ആക്രമിക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നപ്പോൾ റഷ്യയും ചൈനയും ഇതിനെതിരെ തങ്ങൾ അമേരിക്കയ്ക്കെതിരെ ആക്രമണം അഴിച്ചുവിടുമെന്നുള്ള പ്രതികരണവും ഇരു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും വരികയുണ്ടായി. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ നടക്കാൻ പോകുന്ന ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സുകൾ ഒരുപക്ഷെ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴേക്കും മാർക്കറ്റിന്റെ ഗതിവിധികളെ മാറ്റിമറിച്ചേക്കാം. അവസാന ആഴ്ചയിൽ വീക്ക്ലി ബേസിസിൽ നോക്കുമ്പോൾ വെള്ളിയാഴ്ചയുണ്ടായ അതിശക്തമായ നേട്ടത്തിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് 256 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 1.09% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ സെൻസെക്സിന് 720 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 0.84% നേട്ടവും കഴിഞ്ഞ ആഴ്ചയിൽ കൈവരിക്കുവാനും സാധിച്ചു. ഇനി ഈ ആഴ്ചയിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ 2 ആഴ്ചയിലേറെ കാലമായി ക്രിസ്മസ് ന്യൂ ഇയർ അവധിയോടനുബന്ധിച്ച് ഗ്ലോബൽ മാർക്കറ്റിലെ ഒട്ടുമിക്ക ബിഗ് ഫണ്ട് ഹൗസുകളുടെ മാനേജേഴ്സും അവധിയിലായിരുന്നതിനാൽ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും കാര്യമായ ചലനങ്ങളോ അല്ലെങ്കിൽ വോളിയുമോ പ്രകടമായിരുന്നില്ല. എന്നാൽ നാളെ തിങ്കളാഴ്ച മുതൽ ഈ ആഴ്ചയുടെ ആരംഭം മുതൽ അവധിയെല്ലാം കഴിഞ്ഞ് മാർക്കറ്റും നിക്ഷേപകരൊക്കെ അതിശക്തമായി വീണ്ടും മാർക്കറ്റിലേക്ക് കടന്നു വരുമെന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ മാർക്കറ്റിൽ വോൾട്ടാലിറ്റിയും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ആഴ്ചയിൽ ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഉണ്ട്. അവയിൽ പ്രധാനമായും ചൊവ്വാഴ്ച അഥവാ 6-ാം തീയതി രാവിലെ 10:00 HSBC കോമ്പോസിറ്റ് PMI ഡിസംബർ മാസത്തിന്റെ റിലീസ് ഉണ്ട്. കൂടാതെ അതേ സമയം തന്നെ ഡിസംബർ മാസത്തിലെ HSBC സർവീസ് PMIയുടെ റിലീസും നടക്കാനിരിക്കുന്നു. അതിനു പുറമെ വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിയോടുകൂടി ഡിസംബർ മാസത്തെ ബാങ്ക് ലോൺ ഗ്രോത്തിന്റെയും ഡിപ്പോസിറ്റ് ഗ്രോത്ത് റേറ്റുകളുടെയും റിലീസ് ഉണ്ട്. കൂടാതെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിന്റെ ഡാറ്റയുടെ റിലീസും ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകൾ അതാത് ദിവസത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ പ്രത്യേകം മെൻഷൻ ചെയ്യാം. കഴിഞ്ഞ ആഴ്ചയിൽ ന്യൂ ഇയർ ആയതിനാൽ തന്നെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആകെ കഴിഞ്ഞ ബുധനാഴ്ച അതായത് ഡിസംബർ 31-ാം തീയതി FOMC മിനിറ്റ്സിന്റെ റിലീസ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ, എന്നാൽ ഈ ആഴ്ചയിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒത്തിരിയേറെ ഗ്ലോബൽ ഇവന്റ്സുകൾ ലൈനപ്പ് ചെയ്ത ഒരു ആഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നതും. അതിൽ പ്രധാനമായും തിങ്കളാഴ്ച 5-ാം തീയതി വൈകുന്നേരം നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം രാത്രി 8:30 US-ൽ നിന്നും ഡിസംബർ മാസത്തെ ISM മാനുഫാക്ചറിംഗ് PMI ഡേറ്റയുടെ റിലീസ് ഉണ്ട്. കൂടാതെ ബുധനാഴ്ച രാത്രി 8:30 US-ൽ നിന്നും തന്നെ ഡിസംബർ മാസത്തെ ISM സർവീസ് PMIയും നവംബർ മാസത്തെ ജോബ് ഓപ്പണിംഗ് ഡാറ്റയുടെ റിലീസുമുണ്ട്. അതുകൂടാതെ മറ്റുള്ള ഒത്തിരിയേറെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളും ലൈനപ്പ് ചെയ്തിട്ടുണ്ട്. സമയത്തിന് ദൈർഘ്യം മൂലം ഓരോന്നായിട്ടും എടുത്തു പറയുന്നില്ല. ഓരോ ദിവസത്തെയും പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ അതാത് ദിവസത്തെ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളും മെൻഷൻ ചെയ്യാം. ഗ്ലോബൽ മാർക്കറ്റ് എന്ന പോലെ തന്നെ ഈ ഇവന്റുകളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിന്റെയും ഗതിവിധികളെ സാരമായ രീതിയിൽ ബാധിക്കുമെന്നുള്ളതിനാൽ തന്നെ ഈ ഇവന്റുകളുടെയൊക്കെ റിസൾട്ടും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ന്യൂ ഇയർ കഴിഞ്ഞു വരുന്ന ആദ്യ ആഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിന്റെ ആക്ടിവിറ്റിയും ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ചെറിയ രീതിയിൽ വാമപ്പ് ആവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മെയിൻ ബോർഡിലേക്കുള്ള IPOസിന്റെ സബ്സ്ക്രിപ്ഷൻ ഒന്നും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഓപ്പൺ ആകാനില്ല. ആകെ SME സെഗ്മെന്റിലേക്ക് 3 IPOസിന്റെ സബ്സ്ക്രിപ്ഷൻസ് ഓപ്പൺ ആകുന്നുള്ളൂ. ഇതിൽ ആദ്യമായി 6-ാം തീയതി ചൊവ്വാഴ്ച ഗാബിയോൺ ടെക്നോളജീസ് ഇന്ത്യയുടെ IPO ഓപ്പൺ ആകുന്നുണ്ട്. തുടർന്ന് 7-ാം തീയതി വിക്ടറി ഇലക്ട്രിക് വെഹിക്കിൾസിന്റെയും യാജൂർ ഫൈബേഴ്സിന്റെയും IPOസും ഓപ്പൺ ആകും. ഈ പറയുന്ന 3 IPOസ് മാത്രമേ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ആകെ ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിൽ സബ്സ്ക്രിപ്ഷന് വേണ്ടി ഓപ്പൺ ആകുന്നുമുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന
ആഴ്ചയിൽ ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിന്റെ ഭാഗത്തു നിന്നുമുള്ള വലിയൊരു സ്വാധീനം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളെ കാര്യമായ രീതിയിൽ ബാധിക്കാനുള്ള സാധ്യതകളും വളരെ വിരളം തന്നെയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് 1-ാം തീയതി മുതൽ ഡിസംബർ മാസത്തെ ഓട്ടോ സെയിൽസ് ഡേറ്റകൾ പ്രധാനപ്പെട്ട കമ്പനികൾ പുറത്തുവിട്ടതിനെ തുടർന്ന് ഇന്ത്യൻ ഓട്ടോ സ്റ്റോക്കുകൾക്ക് അതിശക്തമായ നേട്ടം കൈവരിക്കുവാൻ സാധിച്ചു. കാരണം റിലീസ് ചെയ്യപ്പെട്ട ഒട്ടുമിക്ക കമ്പനികളുടെയും ഓട്ടോ സെയിൽസ് ഗംഭീരമായി തന്നെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായത്. സോ അതിന്റെ ഒരു പ്രതിഫലനം നിഫ്റ്റി ഓട്ടോയിൽ വ്യാഴാഴ്ചയും തുടർന്ന് വെള്ളിയാഴ്ചയും പ്രകടവുമായിരുന്നു. വെള്ളിയാഴ്ച നിഫ്റ്റി ഓട്ടോയ്ക്ക് അതിശക്തമായ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ചയിൽ ഓട്ടോ സെയിൽസ് ഡേറ്റയുടെ റിലീസിന് തുടർച്ചയായിട്ട് ഉടലെടുത്ത പോസിറ്റിവിറ്റി ഇന്ത്യൻ ഓട്ടോ സെക്ടറിന് തുടർന്നു കൊണ്ടുപോകാനാവുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറും. ഏകദേശം 2-3 ആഴ്ചകളായി ഇയർ എൻഡിനോടനുബന്ധിച്ചും ക്രിസ്മസ് ന്യൂ ഇയർ അവധികളോടനുബന്ധിച്ചും പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് ഇവന്റ്സുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിൽ മൊത്തത്തിൽ നടക്കുന്നില്ലായിരുന്നു. എന്നാൽ ഈ ആഴ്ച മുതൽ പതുക്കെ കോർപ്പറേറ്റ് ഇവന്റ്സുകൾ വീണ്ടും വമപാകാൻ വേണ്ടി പോകുന്ന ഒരാഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നതും. അതിന് മുന്നോടിയായി തന്നെ കഴിഞ്ഞ ആഴ്ചയുടെ അവസാന ഘട്ടത്തിൽ നമ്മൾ കണ്ടു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബാങ്കുകൾ അവയുടെ Q3 ബിസിനസ് അപ്ഡേറ്റുകൾ പുറത്തുവിടുകയുണ്ടായി. മാത്രമല്ല ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ട ഒട്ടുമിക്ക ബാങ്കുകളും റോബസ്റ്റ് ആയിട്ടുള്ള റിലീസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ബാങ്ക് നിഫ്റ്റിക്ക് വെള്ളിയാഴ്ച ഫ്രഷ് റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായത്. മാത്രമല്ല വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷവും ഒത്തിരിയേറെ ബാങ്കുകൾ അവരുടെ Q3 ഏർണിംഗ്സ് അപ്ഡേറ്റുകൾ റിലീസ് ചെയ്യുകയുമുണ്ടായി. അതുകൂടാതെ ഈ വരുന്ന ആഴ്ചയിലും ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ Q3 ബിസിനസ് അപ്ഡേറ്റുകൾ റിലീസ് ചെയ്യുമെന്നുള്ളതിനാൽ തന്നെ എല്ലാ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെയും Q3 അപ്ഡേറ്റ്സുകളും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇവയുടെയൊക്കെ അപ്ഡേറ്റ്സിന്റെ പ്രതിഫലനം അതിശക്തമായി ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതകളും വളരെ ഏറെ ഉള്ളതിനാൽ തന്നെ കഴിഞ്ഞ വർഷത്തില് ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലേഴ്സ് ആയിട്ട് തുടരുകയുണ്ടായി. തുടർന്ന് മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ തുടർച്ചയായി 4 മാസങ്ങളിലും അവർ ബൈയിങ് നടത്തിയെങ്കിലും തുടർന്ന് ജൂലൈ മുതൽ കഴിഞ്ഞ മാസം ഡിസംബർ വരെ തുടർച്ചയായി സെല്ലിംഗ് ആണ് അവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവുകയും ഉണ്ടായത്. അതായത് കഴിഞ്ഞ വർഷത്തിൽ ആകെ 4 മാസമേ അവർ ചെറിയ എമൗണ്ടിന് ബൈ നടത്തിയുള്ളൂ, ഏകദേശം 23,000 ചില്ലറ കോടി രൂപയ്ക്ക്. അതേസമയം ബാക്കി 8 മാസങ്ങൾ കൊണ്ട് 2 ലക്ഷത്തി കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ നിന്നും അവർ വിറ്റിറങ്ങുകയുമുണ്ടായി. എന്നാൽ 70 ചില്ലറ കോടി രൂപയ്ക്ക് ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിൽ അവർ നിക്ഷേപം നടത്തിയതിനെ തുടർന്ന് ബാക്കി 1,77,066.57 കോടി രൂപയ്ക്കാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിന് സെല്ലിംഗും നേരിടേണ്ടി വന്നത്. മാത്രമല്ല ഈ വർഷത്തെ ആദ്യ ട്രേഡിംഗ് സെഷനിൽ തന്നെ 3,268.60 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ അവർ വീണ്ടും സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. എന്നാൽ ആകെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, വെള്ളിയാഴ്ച 2-ാം തീയതി 289.80 കോടി രൂപയ്ക്ക് നേരെ തൂക്കുകയാണെങ്കിൽ കൂടിയിട്ടും അവർ ഈ വർഷത്തെ ഫസ്റ്റ് ബൈയിങ് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ വെള്ളിയാഴ്ച അവർ ചെറിയ തോതിലാണെങ്കിൽ കൂടിയിട്ടും ആരംഭിച്ച ബൈയിങ് തുടരുമോ, അല്ലെങ്കിൽ വീണ്ടും അവർ സെല്ലിംഗിലേക്ക് പോകുമോ ഇല്ലയോ എന്നൊക്കെ. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ബയേഴ്സ് ആയിട്ട് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായി തന്നെ മാറും. ഇതിനെല്ലാം പുറമെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യയിൽ നിന്നും Q3 റിസൾട്ടുകളൊന്നും പ്രസിദ്ധീകരിക്കുന്നില്ലെങ്കിലും ജനുവരി 12-ാം തീയതിയോടുകൂടി ഇന്ത്യൻ മാർക്കറ്റിലെ Q3 റിസൾട്ടുകളുടെ കാലഘട്ടം തുടങ്ങുകയാണ്. പതിവ് പോലെ തന്നെ ഈ പ്രാവശ്യവും ജനുവരി 12-ന് TCS അതിന്റെ Q3 റിസൾട്ടുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലെ Q3 റിസൾട്ടുകളുടെ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. തുടർന്ന് 14-ാം തീയതി ഇൻഫോസിസിന്റെയും ജനുവരി 17-ന് HDFC ബാങ്കിന്റെയും റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കും. ഇതിനു പുറമെ മറ്റുള്ള കമ്പനികളും അവയുടെ ക്വാർട്ടർലി ഏർണിംഗ്സിന്റെ പ്രസിദ്ധീകരണവും ഇതിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. എന്നാൽ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ പ്രധാനമായും TCSന്റെയും ഇൻഫോസിസിന്റെയും HDFC ബാങ്കിന്റെയും റിസൾട്ടുകൾ വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെയുള്ള തരംഗം ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിയെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കും, എസ്പെഷ്യലി വരാൻ പോകുന്ന ആഴ്ചയുടെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ. അതുകൊണ്ട് തന്നെ Q3 റിസൾട്ടുകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കീനായിട്ട് തന്നെ നമ്മൾ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക്ലി ബേസിസിൽ ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ 21 പൈസ അഥവാ 0.24% ഇടിവ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. മാത്രമല്ല വെള്ളിയാഴ്ച നേരിടേണ്ടി വന്ന ഇടിവിനെ തുടർന്ന് 90 എന്ന സൈക്കോളജിക്കൽ ലെവലും ഇന്ത്യൻ രൂപയ്ക്ക് മറികടക്കാൻ
മറികടക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വീണ്ടും ഇടിവ് സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ ദോഷകരമായി തന്നെ ബാധിക്കും. നേരെ മറിച്ചാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമാവുക തന്നെ ചെയ്യും. കഴിഞ്ഞ വെള്ളിയാഴ്ച അവസാന ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യ വിക്സ് 2.5% ഉയർച്ച രേഖപ്പെടുത്തിയെങ്കിൽ കൂടിയിട്ടും വീക്ക്ലി ബേസിസിൽ 4.2% ഇടിവാണ് ഇന്ത്യ വിക്സിൽ നേരിടേണ്ടതായിട്ടും വരികയുണ്ടായത്. ഈ ആഴ്ചയിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായ പ്രകാരം നിഫ്റ്റിക്ക് ഇനി മുന്നോട്ടൊരു പ്രയാണം സാധ്യമാകണമെങ്കിൽ 26,300 എന്ന ലെവലിന് മുകളിലായിട്ട് നിലനിന്നുകൊണ്ട് തുടർന്ന് 26,500 എന്ന സൈക്കോളജിക്കൽ ലെവൽ അതിശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ പുതിയ ഉയരങ്ങൾ താണ്ടുവാൻ നിഫ്റ്റിക്ക് സാധിക്കുകയുള്ളൂ. അതേസമയം ഡൗൺ സൈഡിലേക്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ 26,000 എന്ന ലെവൽ സൈക്കോളജിക്കൽ ആണെങ്കിൽ കൂടിയിട്ടും തുടർന്ന് 25,800, 25,700 എന്നീ ലെവലുകൾ ഡൗൺ സൈഡിലേക്ക് ക്രൂഷ്യലുമാണ്. കാരണം ഈ ലെവലുകൾക്കിടയിലായിട്ടാണ് നിഫ്റ്റിയുടെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-day EMA നിലനിൽക്കുന്നതും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. ഈ പറഞ്ഞ ഘടകങ്ങളുടെയൊക്കെ പ്രതിഫലനത്തെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയും. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. യൂക്കോ ബാങ്ക് Q3 ബിസിനസ് അപ്ഡേറ്റ്സിൽ ബാങ്കിന്റെ മൊത്തം ബിസിനസ്സിൽ 13% വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 5.54 ലക്ഷം കോടി രൂപയായി ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് Q3 ബിസിനസ് അപ്ഡേറ്റിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ നിക്ഷേപം 10.58% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ ബിസിനസ്സിൽ 13.34% ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 2.72 ലക്ഷം കോടി രൂപയായും ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. KPI ഗ്രീൻ എനർജി ഗുജറാത്ത് പവർ പ്രോജക്ട് ഷെഡ്യൂളിന് മുമ്പായി വൈദ്യുതി ഉൽപാദനവും വിതരണവും ആരംഭിക്കുകയുണ്ടായി. കിർലോസ്കർ ബ്രദേഴ്സ് 5.29 കോടി രൂപയുടെ GST ടാക്സ് ഡിമാൻഡ് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. തിരുമലായ് കെമിക്കൽസ് കമ്പനിയുടെ US അനുബന്ധ സ്ഥാപനം പുതിയ ഫെസിലിറ്റിയിൽ ഫസ്റ്റ് ഫേസ് പ്രൊഡക്ഷൻ ആരംഭിക്കുകയുണ്ടായി. RBL ബാങ്ക് Q3 ബിസിനസ് അപ്ഡേറ്റിൽ ഇയർ ഓൺ ഇയർ ബേസിസിൽ മൊത്ത നിക്ഷേപത്തിൽ 12% വർധനവ് രേഖപ്പെടുത്തിയപ്പോൾ വാർഷിക മൊത്ത അഡ്വാൻസിൽ 13% വർധനവും രേഖപ്പെടുത്തുകയുണ്ടായി. NHPC പ്രൈവറ്റ് പ്ലേസ്മെന്റ് വഴി 2,000 കോടി രൂപ സമാഹരിക്കാൻ ജനുവരി 8 ബോർഡ് യോഗം ചേർന്ന് പദ്ധതി പരിഗണിക്കുകയും ചെയ്യും. ഏവർക്കും നല്ല ഒരു സായാഹ്നം നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.